ഇടത് MP മാർ ഇവിടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് എടുക്കാമെന്ന് തോന്നുന്നു. അവരിറങ്ങി വരുമ്പോൾ അവരെ വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വാഹനത്തിൽ പിടിച്ചു കയറ്റാം, അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൽ കയറ്റാം. ഞങ്ങൾ അതിലൊന്നും നിന്നില്ല. അവർ സുരക്ഷിതമായിട്ട് ഏതെങ്കിലും വാഹനത്തിൽ വന്ന് അവരുടെ മഠത്തിലേക്ക് വരണം. അവർ ഞങ്ങളോട് പറഞ്ഞു മഠത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ വന്ന് കണ്ടവരാ, അല്ലാതെ ഈ പറഞ്ഞ ബെയിൽ ഓർഡറുമായിട്ട് വന്നിട്ട് അതിന്റെ കോപ്പിയായി വന്ന് ഈ കന്യാസ്ത്രീകളെ കണ്ടവരല്ല ഞങ്ങൾ എത്രയോ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ഡെലിഗേഷൻ 4 പ്രാവശ്യം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, 9 ദിവസം അകാരണമായി ഈ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിനുള്ള മാപ്പാണ് അവർ പറയേണ്ടത്. അതിന്റെ ഉത്തരവാദി ആരാണ്? സഭകൾ BJP-യോട് സഹായം ആവശ്യപ്പെട്ടു, ആ സഹായം ചെയ്തു കൊടുത്തു എന്നാണ് രാജീവ് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ, സഭകൾ കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളോടും എല്ലാ പൗരന്മാരോടും സഹായം ചോദിച്ചു. അത് കേവലം പാർട്ടിയോട് മാത്രമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് സഭയ്ക്ക് നമ്മൾ ചെയ്യുന്ന സേവനമല്ലല്ലോ, ഇത് ഭരണഘടനയ്ക്ക് നമ്മൾ ചെയ്യുന്ന സേവനമല്ലേ, നീതിന്യായത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ, ന്യായത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ, അല്ല സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഈ പ്രതിഷേധം കാരണമാണ് ജാമ്യം വൈകിയത്. അല്ല ഒരു സെക്കൻഡ്, ഈ പ്രതിഷേധം കാരണമാണല്ലോ അവരെപ്പോഴും ജയിലിലാക്കിയത്. ഈ പ്രതിഷേധക്കാർ മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രതിഷേധം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ 2 സിസ്റ്റേഴ്സ് ജയിലിൽ കിടക്കുന്നുണ്ടോ എന്ന് നിങ്ങളും ഞാനും അറിയില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇവരെക്കാളും ശ്രേഷ്ഠനെന്ന് പറഞ്ഞ വന്ധ്യവയോധികനായ ഒരു ജസ്യൂട്ട് പാതിരി സ്റ്റാൻ സ്വാമി വർഷങ്ങളോളം ജയിലിൽ കിടന്ന് ഇവർ ജയിലിൽ വെച്ച് കൊന്നില്ലേ? അപ്പോൾ എന്താണ് ഇവര് BJP-യുടെ ഉത്തരവാദിത്വം വരുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ നാരായൺപൂരിൽ 100 കണക്കിന് ആദിവാസികളുടെ വീട് ക്രൈസ്തവരെ അവർ വേട്ടയാടി, ഇതിന്റെ ഉത്തരവാദിത്വം കൂടെ അവർ പേരണ്ടേ? 9 ദിവസം ഈ നിഷ്കളങ്കരായ നിരപരാധികളായ കന്യാസ്ത്രീകളെ ജയിലിലിട്ടതിന് കേരളം അവരോട് മാപ്പ് നൽകില്ല. ഇന്ത്യ മാപ്പ് നൽകില്ല. ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും BJP-ക്ക് മാപ്പ് നൽകില്ല. ഇപ്പോഴും ഞങ്ങൾ ഛത്തീസ്ഗഡിൽ വന്ന് പലരോട് സംസാരിച്ചപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്കെതിരെ കേസുണ്ട്. എത്രയോ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇപ്പം അടിച്ചു തകർത്തിരിക്കുന്നു. ഇന്നും ആക്രമണം നടന്നു. ഈ പെൺകുട്ടികൾക്ക് അവരുടെ നാരായൺപൂരിൽ വീട്ടിൽ പരസ്യമായി നിൽക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അതായത് ഇവരുടെ കൂടെ ജോലിക്ക് പോയിട്ടുള്ള കുട്ടികൾ. അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, ഇതുപോലുള്ള ആഭാസ നാടകം ദയവ് ചെയ്ത് BJP നേതാക്കൾ ആടരുത്. രാജീവ് ചന്ദ്രശേഖരനൊക്കെ നമ്മുടെ ഒരു സ്നേഹിതനാണ്, പക്ഷെ അദ്ദേഹം ഒന്നും ഇതുപോലുള്ള ഒരു വൃത്തികെട്ട കളിയിൽ ഭാഗമാക്കാറില്ല. 2 കേന്ദ്രമന്ത്രിമാർ എന്തിനാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത്? എങ്ങനെയാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതല്ലേ? അത് യഥാർത്ഥത്തില് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും അവർ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ പാടില്ല. ഒരു നിമിഷം പോലും. കേരളത്തിനോടല്ല, ഭരണഘടനയോട് സ്നേഹമുണ്ടെങ്കിൽ കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് ക്രൈസ്തവ നാമം ഉപയോഗിച്ച് മന്ത്രിയായാലാണ് ജോർജ് കുര്യൻ. വേറൊന്നുമല്ല, അയാൾ കത്തോലിക്കനാണെന്ന് പറഞ്ഞിട്ട് ആ ചെലവിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മന്ത്രിയായാലാണ് ജോർജ് കുര്യൻ. ഈ കേരളത്തിൽ ഈ കന്യാസ്ത്രീമാർക്കെതിരെ നിരന്തരം ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നലെ ഞാൻ കേട്ടു ഈ ഹിന്ദു ഐക്യവേദിനെയും ഈ RSS ബജരംഗ് ദളിലൊക്കെ ഇവർ നിയന്ത്രിക്കാൻ ശ്രമിക്കും. ഇവരിപ്പോ വലിയ കാര്യം പോലെ വന്നിട്ട് കുറെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ഈ വാഹനത്തിൽ കയറി ഇങ്ങനെ പറയുമ്പോൾ തന്നെ ജാള്യത കൊണ്ടാണ്. കാരണം ഈ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയവും വരുന്നതിനകത്തില്ല, അവർ മോചിപ്പിക്കപ്പെടുകയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് രാഷ്ട്രീയം കണ്ട് ദുഷ്ടലാക്കോടുകൂടി വന്നിരിക്കുന്നത് ഇവർ മാത്രമാണ്. ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഭരണഘടന നിലനിൽക്കണം, നിയമ സംവിധാനം നിലനിൽക്കണം, ആ മര്യാദയാണ് പോർച്ചത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ ഇവർ ഈ കുറ്റം ചെയ്തു എന്ന് പറയുന്ന BJP-ക്കാരുണ്ട്. അവരിവർ നിലക്ക് നിർത്തുമോ? ഇവരെ ലോക്കൽ MP ബോധ്യപ്പെടുത്തോ? ഛത്തീസ്ഗഡ് BJP-യുടെ പോസ്റ്റർ ഉണ്ട്, എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ആ പോസ്റ്റർ പിന്നെ നാണക്കേടവർ പിൻവലിച്ചു. ഇവരെന്ന് പറയുന്നത് വലിയൊരു പെട്ടപ്പോൾ നാണക്കേട് കൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈ നാടകമാണ് ഇന്നത്തെ ഇതിന്റെ ഏറ്റവും ദുഃഖകരമായ ഒരു ഭാഗം എന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരന് ബിഷപ്പിനെ കണ്ട ശേഷം എന്താണ്, അതിനുശേഷമുള്ള പ്രതികരണം എന്താണ്? അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷന്റെ കാര്യമാണ് പറയണത്, ഇലക്ഷന്റെ കാര്യമാണ് പറയണത്. ഇതല്ലേ അവർ പറയുന്നത്? യഥാർത്ഥത്തിൽ അവര് ഈ BJP നേതാക്കൾ ഇവിടെ വന്നല്ലോ, ഇത് പള്ളിയൊക്കെ ഉണ്ട്, ഒന്ന് കയറി ഒന്ന് കുമ്പസാരിച്ചിട്ട് പോകണം അവർ. അതായത് അവർ ചെയ്ത പാപത്തിന് ഒരു പ്രാശ്ചിത്തം എന്താന്നുള്ള കാര്യം കാണുന്നുണ്ടോ? ഞങ്ങൾ എല്ലാവരും കണ്ട്. ഇനി അവര് കുറച്ചു നേരം വിശ്രമിക്കട്ടെ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവരെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് എല്ലാവരോടും സംസാരിച്ചു. അല്ലെ, ഇത് അവസാനിക്കുന്നില്ല പോരാട്ടം. FIR കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ബെയിൽ കണ്ടീഷൻസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ സാക്ഷികളുടെ കേസ് കൊടുത്ത് പോയിട്ട് ഇവിടെ ദുർഗിൽ വരണം അവർ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പക്ഷവും മുന്നോട്ട് കൊണ്ടുപോകും. ഇത് അവസാനിക്കുന്നില്ല, തുടക്കം മാത്രമാണ്.